അന്നേരം സുഹൃത്തുക്കളെ ഏതാണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ചവറയിലാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നൊരു മാവ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു മാസത്തിന് അടുപ്പിച്ചായിട്ടുണ്ട്. ഏകദേശം ഒരു 10-25 ദിവസത്തോളം ഒക്കെ ആയി തോന്നുന്നു. നമുക്ക് അതിന്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ്. എക്സൈറ്റഡ് അല്ലേ? നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? കുറേ ദിവസമായില്ലേ, അതുകൊണ്ട് അതിനകത്ത് വെളിയിൽ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഇലയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എത്ര എണ്ണം പിടിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനെ കുറച്ച് കിട്ടും. എന്തായാലും ഇല വന്നുകൊണ്ട് തോട്ടെ ഒരെണ്ണം നമുക്ക് വെളിയിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിന് നമുക്ക് ഇതാ നേരെ വന്നേ കൂടിങ്ങി പോയാൽ നമുക്ക് നോക്കിയാലോ. ഇതൊന്ന് കൈ പിടിച്ചു പറയും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും എക്സൈറ്റഡ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ നമുക്ക് താണ്ട് പതുക്കെ അങ്ങോട്ട് ഇളക്കി അങ്ങ് വിടാം. ഇതൊക്കെ അടിപൊളിയല്ലേ? ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ വെച്ച കമ്പ് വരെ കിളിച്ചു എന്നുള്ളതാണ്. അതെന്തായാലും ഭയങ്കര സെറ്റപ്പായി. നമുക്ക് നോക്കാം. ഇതാണ്ടേ ഇത്രയും വലിയ മരം കേട്ടോ. ഏകദേശം 10-40 കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള വലിയൊരു മരമാണേ. എന്താണ്ട് സെറ്റായിട്ടുണ്ട്. ഇതാണ്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി അടുത്ത് വന്നേ ഒന്ന് എണ്ണി കാണിച്ചു കൊടുക്കട്ടെ. താണ്ടെ ഇനി കുറച്ച് ദിവസം കൊണ്ട് ഇരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് പണി കിട്ടിയാനേ. അതിന് താണ്ടെ ഒരെണ്ണം കിളിച്ചിട്ടുണ്ട്, രണ്ടാമത് താണ്ടെ കിളിച്ചിട്ടുണ്ട്, മൂന്നാമത്തെ കിളിച്ചിട്ടുണ്ട്, നാലാമത്തെ കിളിച്ചിട്ടുണ്ട്, അഞ്ചാമത്തിനകത്ത് ചെറിയ പൊട്ടുണ്ട്, ആണ്ടെ ആറാമത്തത്, ഏഴാമത്തത്, 8 ദൈവം 8 എണ്ണോ 1 2 3 4 5 6 7 8 9 എണ്ണം 10 എണ്ണം ആണ്ട് കളിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ഇതിനകത്ത് നമുക്ക് അടുത്ത് 8 എണ്ണം കളിച്ച് മേളിൽ കിട്ടിയാണ്. ആണ്ടെ സെറ്റായിട്ടുണ്ട്. ഇനി മരുന്നടിക്കണം. അതിൻ്റെ മേളിൽ ഷീറ്റ് ഇടണം, പണിയുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മൾ പിടിപ്പിക്കാനുള്ളത് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വല്ല ഇലയുണ്ടായിരുന്നോ കൊണ്ട് വെച്ചാൽ ഇനി വന്നേ ഇത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്തെങ്കിലും ഒരു ഇലയുണ്ടായിരുന്നാ? എത്ര 10-25 ദിവസമായില്ലേ? 10-25 ദിവസത്തിൻ്റെ മേളിലായിട്ടുണ്ട്. ഹാപ്പിയാണോ? ആ എന്നാണ്ട് ഒന്നുകൂടെ എണ്ണി കാണിച്ചു തരാം. എന്നാണ്ട് 1 2 3 4 5 6 താണ്ടെ മുള, 7 8 ഇതിനകത്ത് മുളയുണ്ടോണ്ണ 9 10 എണ്ണം ഉണ്ടോ? താണ്ട് അല്ല ഇത് ഇതിനകത്തും പൊട്ടമുണ്ട്. ഒരെണ്ണം കൊണ്ടേ പോയിട്ടുള്ളൂ, ബാക്കി ഫുള്ള് കിട്ടിയിട്ടുണ്ട്. അന്നേരം വെറൈറ്റിയാണ്. അന്നേരം അടുത്ത ഇനിയുണ്ട് കേട്ടോ. അടുത്ത മരത്തിനടുത്തോട്ട് പോകാം. കൂടെ വാ. ഇനി മറ്റേ മരുന്ന് സ്പ്രേ ചെയ്യാം. അതെ അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനകത്ത് ഇരുന്ന് കുറച്ചൊന്ന് മുറ്റിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ തുടങ്ങണ്ട കേട്ടാ. ഇത് നേരത്തെ കൂട്ടി വിളിക്കേണ്ടതായിരുന്നു, വിളിച്ചില്ല. എത്ര ദിവസമായി? എല്ലാം നന്നായിട്ട് പിടിച്ചില്ലേ?
ഇത് അതിനകത്തിരുന്ന് അതിൻ്റെ മണ്ടകൾ ഇതായി അടിപൊളിയായിട്ട് പിടിച്ചതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ഇതിനകത്തിപ്പം ഒരുപാട് നേരം അതിനകത്ത് കുത്തി നിന്ന് അത് വളഞ്ഞ് കണ്ടില്ലേ. എന്നാൽ നേരത്തെ ഇത് കിളിക്കുമ്പോൾ അന്നേരം ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ സെറ്റപ്പായിരുന്നു. ഓക്കെ, ഇതാണ്ട് ഇതിനകത്ത് തന്നെ 5 ശിഖരം വന്നിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാം 5 ശിഖരം വീതമൊക്കെയാണ് കിടക്കുന്നത്. ഒരു 4 ദിവസം മുമ്പായിരുന്നെങ്കിൽ ഫുള്ള് സെറ്റ്. ഏതാ ഇത് കട്ട് ചെയ്യണത്? അത് കഴിക്കലാണോ? ഇത് കഴിക്കലാണോ? ഇല്ല, അത് കുഴപ്പമില്ല. അപ്പോൾ ഫംഗസ് ഇപ്പം മരുന്നെന്തിൻ്റെ ഇതിനകത്ത് ഫംഗസ് ആക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. എന്നാൽ ഒരുപാട് ഡിലേ അടിപ്പിക്കല്ലേ, പെട്ടെന്ന് അങ്ങ് കെട്ടിയേക്കണേ. അടിപൊളിയല്ലേ? അടുത്ത് അത് നോക്കാം. എന്നാ കാണാവോ? പിന്നെ പോകണം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അണ്ണാ അതാണ്ട് ഇത് കണ്ട ഒന്ന് ഇതാണ്ടേ, ഇതിനകത്ത് ദാണ്ടെ 1, ദാണ്ടെ 2, ദാണ്ടെ 3, ദാണ്ടെ 4, ദാണ്ടെ 5. ഇതിനകത്ത് 5 എണ്ണം കിട്ടിയിട്ടുണ്ടേ. ദാണ്ടെ ഇനി അപ്പുറത്ത് നിന്നുകൊണ്ട് കാണിച്ചവനെ അതിനകത്ത് എത്ര എണ്ണം കിട്ടിയെന്ന് 8 ആണെന്ന് തോന്നുന്നു കേട്ടോ. അണ്ണ എവിടെ ഇല്ലേ? നാട്ടിലില്ലേ? ഇല്ല, പുറത്താണോ? ഓക്കെ, ഇനി അപ്പുറത്തോട്ട് പോയിട്ട് അവിടെ എത്ര കിട്ടി നോക്കാം. വാ, ഓടിയതൊന്നും ചെയ്യിപ്പിക്കുന്നു. ഏഴോ 8 എണ്ണം കിട്ടിയിട്ടുണ്ടെണ്ണ കേട്ടാ. 10 ഉണ്ട് കേട്ടാ, 10 ഉണ്ട്. ചിലപ്പോഴേ ഇതിനകത്തിപ്പം ഇത് അഴിച്ചു വിടാനായിട്ട് ഇച്ചിരി സമയം താമസിച്ചു. ഇന്നലെയാണ് എന്നെ വിളിച്ചറിയിക്കുന്നത്. പക്ഷെ 2-3 ദിവസം കൂടെ മുമ്പായിരുന്നെങ്കിൽ കുറേ കൂടെ നല്ലതായിട്ടിരുന്നാണ്. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ് കിളിയിൽ വരുവാണെങ്കിൽ ഒന്ന് പറയണേന്ന് പറഞ്ഞായിരുന്നു. ഇത് ഓരോ മരത്തിനുമേ ഇത് അനുഗ്രഹിച്ച മരമല്ലേ അണ്ണാ. ഇത് നേരത്തെ കൂട്ടി ഇത്രയും വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് ക്ലിയറല്ലേ. അതായത് 20 ദിവസം കഴിഞ്ഞപ്പോഴേ അതിനകത്ത് മുള പൊട്ടി സെറ്റായി. 20 ദിവസം കൊണ്ട് ആ സാധനം പിടിച്ചു. അതാണ്. എത്ര കൊല്ലം അണ്ണ? അണ്ണ ഇപ്പം എവിടെ ഇരിക്കുന്നത്? അണ്ണ സൗദിയിൽ നിന്ന് കണ്ടോണ്ടിരിക്കട്ടോ ലൈവില്. ആണ്ടെ സൗദിയിൽ നിന്നുകൊണ്ട് കണ്ടോണ്ടിരിക്കാം. അണ്ണ ഹാപ്പിയാന്നാ? എന്റെയോ കാണാവോ? ഇത്രയും വർഷം പഴക്കമുള്ള മാവിനെ വീണ്ടും കിളിപ്പിച്ച് സെറ്റാക്കി എടുത്തേക്കുക. കായ്ക്കാത്ത മരം നമ്മൾ കായ്പ്പിച്ച് നല്ല കിടുവാക്കി. ഓക്കെ, ഇനി നോക്കേണ്ടത് അണ്ണനാ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഷീറ്റ് അടിക്കണം. അതിൻ്റെ മേളിൽ മറ്റേ പ്ലാസ്റ്റിക് ഷീറ്റ് കൊടുക്കണം. അതിൻ്റെ മേളിൽ ഇപ്പം മരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെ പണി കഴിഞ്ഞു. പറഞ്ഞേക്കാം. അതാണ്ട് അണ്ണൻ്റെ അടുത്ത് പറയാം. എന്നാൽ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നത് എന്നാൽ ഇതിൻ്റെ മേളിൽ സ്ലോപ്പായിട്ടോ ഒരു ചെറിയ സ്ലോപ്പായിട്ട് വരണം. ഈ വെള്ളം അതിനകത്ത് തങ്ങി നിൽക്കാതിരിക്കാനാണ്. ഒരു പച്ച നെറ്റ് അടിക്കാൻ, പച്ച നെറ്റിൻ്റെ മേളിൽ ജസ്റ്റ് വെയിലടിക്കാൻ ഒരു 4 ദിവസത്തേക്ക് മതി. അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വെള്ളം വീണാക്കിയാൽ കഴിയും. ഷീറ്റ് മേളിൽ പോയി കഴിഞ്ഞാൽ വെള്ളം തന്നിട്ട് ഇത് മൊത്തത്തിൽ താഴെ വെയിറ്റ് ഉണ്ട്. അത് നോക്കിയാൽ മതി. പിന്നെന്താ ഫംഗിസൈഡ്, മഴ വീണ് കഴിഞ്ഞാൽ ലേശം ഫംഗിസൈഡ്, എന്തെങ്കിലും ഫംഗിസൈഡ് മേടിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക.